അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 43. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ നാം തുടങ്ങിവെച്ച സൂറത്തുൽ ഫീൽ, അതിന്റെ പശ്ചാത്തലം പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അധ്യായത്തിന്റെ അർത്ഥം നമുക്ക് നാളെ അവതരിപ്പിക്കാം. പൂർണ്ണമായി ആനക്കലഹ സംഭവത്തിന്റെ ചിത്രം വിശദീകരിച്ചതിന്റെ ശേഷമേ ഈ അധ്യായത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് അതിന്റെ വിശദ വിവരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ കേട്ടത് ഹ്രസ്വമായ ആനക്കലഹ സംഭവമാണ്. ഇതിന്റെ പൂർണ്ണരൂപം നമുക്ക് പല തഫ്സീർ ഗ്രന്ഥങ്ങളും വായിച്ചെടുത്ത് സംഗ്രഹിച്ചു പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം. യമനിലെ ഹിമ്യർ രാജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന ദൂനുആസ് രാജാവ്, അദ്ദേഹം ബഹുദൈവാരാധകനായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള 20,000-ഓളം വരുന്ന നസാറാക്കളെ ചുട്ടുകൊന്നു എന്ന് പറയാം. അന്നത്തെ അഹ്ലുൽ ഈമാൻ നസാറാക്കളാണ്, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ആ നസാറാക്കളെ അഥവാ ഈസ നബി അലൈഹിസ്സലാമിന്റെ ദീനിൽ വിശ്വസിച്ചിട്ടുള്ള, ശരീഅത്തിൽ വിശ്വസിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ മഹാകിടങ്ങുകൾ ഉണ്ടാക്കി ആ കിടങ്ങ് നിറയെ എണ്ണയും വിറകും നിറച്ചുകൊണ്ട് തീയിട്ട് രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് പാവപ്പെട്ട വിശ്വാസികളെ ആക്രമിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെ പിടിച്ച് ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ് ചുട്ടുകൊല്ലുകയായിരുന്നു. കഷ്ടിച്ചതിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ് ദൗസ് എന്ന് പറയുന്ന ഒരേ ഒരു വിശ്വാസി. അയാൾ ഓടിച്ചെന്ന് ഷാമിലുള്ള കൈസർ രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹവും നസ്രാനിയാണ്, സഹായിക്കുമെന്ന ഉറപ്പിൽ. അദ്ദേഹം യമനിനോട് ചേർന്ന് കിടക്കുന്ന ഹബിഷ രാജാവ് നജ്ജാഷിക്ക് കത്തെഴുതി ഇവരെ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, ഇവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, 20,000-ഓളം വരുന്ന വിശ്വാസികളെ ദൂനുആസ് ചുട്ടുകൊന്നിട്ടുണ്ട്, പകരം ചോദിക്കണം, അതിന് ഇവരെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പം നജ്ജാഷി രാജാവ് ഇദ്ദേഹത്തിന്റെ കൂടെ ഈ ദൗസ് എന്ന് പറയുന്ന ഒരേ ഒരു വിശ്വാസി, അദ്ദേഹത്തിന്റെ കൂടെ പകരം ചോദിക്കാൻ അറിയാത്ത് അബ്രഹത്ത് എന്ന 2 ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ പടയെ തന്നെ അയച്ചു കൊടുത്തു. അവർ യമനിലേക്ക് ചെന്ന് കയറി വീടുകളൊക്കെ അരിച്ച് പെറുക്കി അതാ ഹിമ്യറിനെ അവർ മോചിപ്പിക്കുന്നു. അഥവാ ഹിമ്യർ അവരുടെ അധീനത്തിൽ വരുന്നു. രാജഭരണം അവരിൽ നിന്നും തട്ടിയെടുത്ത് ദൂനുആസ് രാജാവ് അവസാനം പേടിച്ചരണ്ട് ബഹറിൽ പോയി മുങ്ങിച്ചാവുകയാണ് ചെയ്തത്. മുങ്ങി മരിച്ചു. ശേഷം എത്യോപ്യയാണ്, ഹബിഷക്കാരാണ് യമനിന്റെ ഭരണം നടത്തിയത്. സ്വാഭാവികമായും അരിയാത്തിന്റെയും അബ്രഹത്തിന്റെയും നേതൃത്വത്തിലാണ് പിടിച്ചടക്കൽ സമരം നടന്നത് എന്നതുകൊണ്ട് 2 പേരും അതിന്റെ അമീറുമാരായി, നേതാക്കളായി രംഗത്തു വന്നപ്പോൾ അതുവരെ ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടെ പോരാടി അവർ അധികാരവടം വലി തുടങ്ങി. ആര് നേതാവാകണം എന്നതിൽ തർക്കമായി. 2 പേരും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. 2 പേരുടെയും പക്ഷത്ത് അനുയായികളുമുണ്ട്. ആ സമയത്ത് അവർ സ്വയം രഞ്ജിപ്പിലേക്ക് എത്തുകയും നമ്മൾ കാരണമായി ഒരാളുടെയും രക്തം ചിന്തരുത്, നമ്മുടെ അധികാരമോഹം അത് നമ്മളിൽ തന്നെ അവസാനിക്കണം, നമുക്കൊരു ദ്വന്ദ്വയുദ്ധം നടത്താം, ഉബുറുസ് ഇലയ്യ വ അബുറുസു ഇലൈക്ക, ഇങ്ങനെ പറയുകയാണ്. ഇവരിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നീ എന്നിലേക്ക് വാ, ഞാൻ നിന്നിലേക്കും വരാം, നമ്മൾ 2 പേരും മാത്രം സമരം നടത്തുക.
ലാഹാജത്തബിനായില സ്തുദാമിൽ ജയ്ഷൈനി ബൈനന, നമുക്കിടയിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടി പരസ്പരം തമ്മിൽ തല്ലി മരിക്കേണ്ട ഒരു ഗതികേട് നമുക്കില്ല. നമ്മൾ ആര് ഭരിക്കണമെന്നതിലല്ലേ തർക്കം. പരസ്പരം ഏറ്റുമുട്ടുക, ആരെ കൊന്നുകളഞ്ഞോ ശേഷം ജീവിക്കുന്നയാള് അയാൾ രാജ്യത്തിന്റെ ഭരണാധികാരിയാവുക. രണ്ടുപേർക്കും നല്ല അഭിപ്രായമാണെന്ന് തോന്നി, പരസ്പര അഭിപ്രായം നല്ലതാണെന്ന് തോന്നുകയും അതിനെ പിന്തുണക്കുകയും രണ്ടുപേരും സമരത്തിനൊരുങ്ങുകയും ചെയ്തു. അറിയാത്ത പെട്ടെന്ന് അബ്രഹത്തിനെ വെട്ടി വീഴ്ത്തി. അബ്രഹത്ത് വീണുകിടക്കുന്ന രംഗം കണ്ടപ്പോ അബ്രഹത്തിന്റെ മൗലയായ അടിമയായ അത്തൗദക്ക് ഇത് കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ചാടി അരിയാത്തിനെ വെട്ടി വധിച്ചു കളഞ്ഞു. അത് പിന്നെ ഒരു വലിയ കലഹത്തിലേക്ക് പോകാതെ അവർ സ്വയം രഞ്ജിപ്പിലെത്തിയിട്ട് അവര് പറഞ്ഞു, അബ്രഹത്തിന് മുറിവേറ്റു, എങ്കിലും മുറിവേറ്റ ഒരു നേതാവെങ്കിലും നമ്മളെ നയിക്കാൻ ഇവിടെ ഉണ്ടല്ലോ. മറ്റേയാൾ എന്തായാലും മരിച്ചു അരിയാത്ത്, അതുകൊണ്ട് ഇയാളെ സുഖപ്പെടുത്താം. ഇയാളുടെ മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടി ഭേദമായപ്പോൾ അദ്ദേഹം യമനിലെ ഹിംയർ എന്ന രാജ്യം അദ്ദേഹം ഭരിക്കാൻ തുടങ്ങി. ഈ രാജ്യത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ വന്നവരെ മുഴുവനും താമസിപ്പിച്ച് അദ്ദേഹം രാജ്യം ഭരിക്കാൻ തുടങ്ങി. അവിടെ ഇവരെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും ജീവിക്കാമെന്നായി. നജാഷി രാജാവ് ഈ വിവരമറിയുന്നത് വൈകിയാണ്. ഒരിക്കലും നിങ്ങളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചത്. ഒരുമയോടെ സമരം ചെയ്ത് വിജയം നേടിയെടുത്തിട്ട് നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി മരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായും അബ്രഹത്തിന്റെ തല ഞാൻ വെട്ടും. ലയതഅന്ന ബിലാദഹു വയജുസ്സന്ന നാസിയതുഹു, അവന്റെ നാട്ടിൽ ഞാൻ വന്ന് കടക്കുക തന്നെ ചെയ്യും. അവന്റെ മൂർധാവ് അവന്റെ തല ഞാൻ വെട്ടിക്കളയും. നാസിയത്ത് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം മൂർധാവിലെ മുടി എന്നാണ്. അപ്പൊ തല വെട്ടിക്കളയും, അവന്റെ നാട്ടിൽ ഞാൻ ചവിട്ടിയെ അടങ്ങൂ, ആ രാജ്യത്ത് ഞാൻ വരും, അവന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞപ്പോ അബ്രഹത്ത് സോപ്പിട്ടുകൊണ്ട് നജാഷി രാജാവിലേക്ക് ഒരുപാട് ഹദിയകളും തുഹഫകളും അഥവാ ഗിഫ്റ്റുകളും സമ്മാനങ്ങളും കൊടുത്തയച്ചു. ഒരു സഞ്ചിയിൽ അല്പം യമനിലെ മണ്ണും കൊടുത്തയച്ചു. എന്നിട്ട് അതിൽ ചെറിയ ഒരു പാത്രത്തിൽ തന്റെ തലമുടിയിൽ നിന്ന്, മൂർധാവിലെ മുടിയിൽ നിന്ന് അല്പം കുടുമകളും മുറിച്ച് അതിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ കൊടുത്തയക്കുന്നു, ഇതിൽ യമനിലെ മണ്ണുണ്ട്, ഈ മണ്ണ് പരത്തി വെച്ച് അതിലൊന്ന് ചവിട്ടുക. ലയതഅന്ന ബിലാദഹു എന്ന് പറഞ്ഞ അങ്ങയുടെ സത്യം അങ്ങനെ നടപ്പിലാക്കുക. പിന്നെ എന്റെ നാസിയത്ത് മുറിക്കുമെന്ന് പറഞ്ഞു. തല മുറിക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ നാസിയത്തിന്റെ നേരെ അർത്ഥം മൂർധാവിലെ കുടുമ എന്നാണ്. ഈ കുടുമ നിങ്ങൾ കത്രിയെടുത്ത് മുറിക്കുക. അങ്ങനെ നിങ്ങൾ പറഞ്ഞ സത്യം നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ തരക്കേടില്ല, നല്ല ബുദ്ധിമാനാണല്ലോ, തന്റെ കീഴിലേക്ക് കിട്ടിയ യമൻ ഭരിക്കാൻ പറ്റിയ ബുദ്ധിമാൻ തന്നെയാണ് അബ്രഹത്ത്, ഭരിക്കട്ടെ എന്ന് കരുതി പരസ്പരം പൊരുത്തപ്പെട്ട് അത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് തിരിച്ച് കത്തെഴുതി, നിങ്ങൾ ഭരിച്ചോളൂ, നിങ്ങൾ ഭരിക്കുക എന്ന് കത്തെഴുതുകയാണ്. ഈ സമയത്താണ് അബ്രഹത്ത് നജാഷി രാജാവിന് വളരെ സന്തോഷം കൊണ്ട്, ഇങ്ങനെയുള്ള ഒരു അനുവാദം കിട്ടിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയായിരുന്ന സമയത്ത് ഈ ഷോപ്പിംഗിൽ നജാഷി രാജാവ് വീണപ്പം അദ്ദേഹത്തിനൊരു കത്തെഴുതി, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യമൻ രാജ്യത്ത് ഒരു കെനീസ പണിയുന്നു, ഒരു ചർച്ച്, ക്രിസ്ത്യൻ പള്ളി. മുമ്പാരും എടുക്കാത്ത തരത്തിലുള്ള ഭംഗിയുള്ള ഒരു പള്ളി ഞാൻ പണിയുകയാണ്. അങ്ങനെ അത്ഭുതകരമായ ആ പള്ളി പണിതു. അതിന്റെ മുകളിലേക്ക്, അതിന്റെ ഉയരം വളരെ വലിയ ഉയരമുള്ളത് കൊണ്ട് തന്നെ അതിന്റെ മുകളിലേക്ക് നോക്കുന്നവർ തലയിൽ നിന്നവരുടെ തൊപ്പി താഴത്ത് വീണിരുന്നു. അത്രയും മുകളിലേക്ക് നോക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് അറബികൾ ആ ഭവനത്തെ വിളിച്ചിരുന്നത് ഖുല്ലൈസ് എന്നായിരുന്നു. കലൻസുവത്ത്, തൊപ്പി നിലത്തു വീണു പോകുന്നത് കൊണ്ട് അതിലേക്ക് നോക്കുമ്പോൾ. ഏതായാലും ദുഷ്ടനായ അബ്രഹത്ത് ഒരു തീരുമാനം എടുത്തു. എന്ത്? ഇങ്ങനെ ഒരു ഭവനം കെട്ടിപ്പടുക്കണം, എന്നിട്ട് അത് കഅബാലയത്തിന് സമാനമാക്കണം. അറബികൾ കഅബയിലേക്ക് നടത്തുന്ന ഹജ്ജ് അത് ഇങ്ങോട്ടാക്കണം. മക്കയിലെ കഅബാലയത്തിലേക്കുള്ള ഹജ്ജ് ഇങ്ങോട്ടാക്കണം. കഅബ അപ്രസക്തമായി ഞാനുണ്ടാക്കിയ ഈ പള്ളി പ്രസക്തമാകണമെന്ന് ആഗ്രഹിച്ച് അവന്റെ രാജ്യത്തിൽ അവൻ ആ വിളിയാളം നടത്തി, ആ വിളംബരം നടത്തി. അത് കേൾക്കേണ്ട താമസം അറബികൾ ഒന്നടങ്കം, അദ്നാനികളും കഹ്താനികളും, അതായത് അറബികൾ ഒന്നടങ്കം ഈ പ്രവണതയെ എതിർത്തു, ഈ സ്വഭാവത്തെ എതിർത്തു. അറബികൾ എല്ലാവരും ദേഷ്യത്തിലാണ്. വിശിഷ്യ ഖുറൈശികൾ വല്ലാതെ ഇത് കേട്ടപ്പോൾ അവർക്ക് ചുണ്ടി കയറി.
അവർക്ക് ശുണ്ഠി കയറി. അവരതാ കൂട്ടത്തിൽ ഒരാൾ വളരെ രഹസ്യമായി രാത്രിയിൽ വന്ന് യമനിലെ ഈ ആരാധനാലയത്തിൽ കയറി, ഇവരുടെ ചർച്ചിൽ കയറി, ക്രിസ്ത്യൻ പള്ളിയിൽ കയറി രാത്രി അയാളുടെ ആവശ്യം നിർവഹിച്ചു. എന്ന് പറഞ്ഞാൽ അതിൽ മറക്കിയിരുന്നു, കാഷ്ടിച്ചു, ആകെ വൃത്തികേടാക്കി. തിരിച്ചു പോകുമ്പോൾ പള്ളിയുടെ ഖാദിമ്യങ്ങളിൽ, അവിടത്തെ വേലക്കാരിൽ, പള്ളിയുടെ കാര്യം നോക്കുന്ന വേലക്കാരിൽ, അവിടത്തെ ഒത്താശക്കാര്, സേവനക്കാർ ചിലർ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഓ മഹാരാജാവേ, അബ്രഹത്തിനോട് പറഞ്ഞു, ഇതാ നമ്മുടെ പള്ളി വഷളാക്കിയത്, മലിനമാക്കിയത് ചില ഖുറൈശി ചെറുക്കന്മാരുടെ പണിയാണ്. നിങ്ങൾ അവരുടെ ഭവനത്തോട് സമാനമായി ഇവിടെ ഭവനം നിർമ്മിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പം അബ്രഹത്ത് അവിടെ അങ്ങ് സത്യം ചെയ്തു, തീർച്ചയാണ് ഞാൻ മക്കയിലേക്ക് ഒരു യാത്ര നയിക്കുകയാണ്. യസീറന്ന ഇലാ ബൈത്തി മക്ക വല യുഹരിബന്നഹു ഹജറൻ ഹജറ. ഞാൻ മക്കയിലുള്ള കഅബാലയം ലക്ഷ്യം വെച്ച് ഇതാ യാത്ര പുറപ്പെടുകയാണ്. മാത്രമല്ല ആ കഅബാലയത്തെ കല്ലുകളായി ഇളക്കി പൊളിച്ച് ഞാൻ തരിപ്പണമാക്കും എന്ന് തീരുമാനിച്ച് അബ്രഹത്ത് അതിനുവേണ്ടി ഒരു വലിയ സൈന്യത്തിലായി ഒരുക്കങ്ങളും ചട്ടവട്ടങ്ങളും എല്ലാം കൂട്ടി അതാ പുറപ്പെടുകയാണ്. ഒരാൾക്കും പ്രതിരോധിക്കാനാവാത്ത വിധം പുറപ്പെടുമ്പോൾ ഒരു വലിയ ആനപ്പടയെ കൂടെ കൂട്ടി. മഹ്മൂദ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഇന്നുവരെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത നല്ല തടിമാഠനായ ഒരാന കൂട്ടത്തിലുണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് അയാളുടെ സഞ്ചാരം. അതേസമയം വേറെയും 12 ആനകൾ, 8 അഭിപ്രായമുണ്ട്, 12 ആനകൾ വേറെയും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ആനപ്പട ഇങ്ങോട്ട് നയിച്ചു. കഅബാലയത്തിന്റെ 4 മൂലകളിലും ചങ്ങലക്കിട്ട്, ആനകളുടെ കഴുത്തിൽ ചങ്ങല വെച്ച്, ചങ്ങലയുടെ ഒരു ഭാഗം കഅബാലയത്തിന്റെ 4 മൂലകളിൽ ബന്ധിപ്പിച്ച് പെട്ടെന്നായിരിക്കണം ആ കഅബാലയ ഈ ആനകളെ തൊളിക്കുന്നത്. വലിയട എന്ന് പറയുമ്പോഴേക്ക് ആനകൾ ഒരുമിച്ച് വലിച്ച് വീണ് തരിപ്പണമാകണം എന്നതായിരുന്നു തീരുമാനം. ഈ വിവരം അറബികൾ അറിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറഞ്ഞ് സൂറയുടെ അർത്ഥവും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ടാണ് വിശദീകരിച്ച് പറയേണ്ടി വന്നത്. എല്ലാവരും ഇത് കൃത്യമായ ഓരോ ഇതിലേക്ക് എത്തിപ്പെടുന്ന, കഅബം പൊളിക്കാൻ അബ്രഹത്ത് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.